കേരളത്തെ നടുക്കിയ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിലുണ്ടായ ജീവനഷ്ടത്തിലും നാശനഷ്ടത്തിലും സാധ്യമായ സഹായ സഹകരണങ്ങൾ നൽകാൻ മാനന്തവാടി രൂപത സന്നദ്ധമാണെന്ന് ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം അറിയിച്ചു. ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനവും പ്രാർത്ഥനയും മാർ പൊരുന്നേടം നേർന്നു. ദുരന്തബാധിത പ്രദേശത്ത് മാനന്തവാടി രൂപതയുടെ കീഴിലുള്ള ദേവാലയങ്ങൾ അടിയന്തരമായ സഹായ സഹകരണങ്ങൾക്ക് തയ്യാറാകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്തത്തിന്റെ ആഘാതം പരമാവധി ലഘൂകരിക്കുന്നതിന് ഈ സംവിധാനങ്ങളോട് പൊതുജനം പരമാവധി സഹകരിക്കണമെന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ഭക്ഷണം, വസ്ത്രം മുതലായ അടിയന്തര ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കണമെന്നും ബിഷപ്പ് ആഹ്വാനം ചെയ്തു. മാത്രവുമല്ല, രൂപതയുടെ എല്ലാ സംവിധാനങ്ങളും സംഘടനകളും ഈ ദുരന്തത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിന് സജ്ജമാണ്. ജനത്തിനാവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുന്നതിന് മുന്നിട്ടിറങ്ങുമെന്നും രൂപതാ നേതൃത്വം അറിയിച്ചു. കാലാവസ്ഥ വളരെ വേഗം അനുകൂലമാകുന്നതിനും രക്ഷാപ്രവർത്തനം സുഗമമാക്കുന്നതിനുമായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ബിഷപ്പ് ജോസ് പൊരുന്നേടം ആവശ്യപ്പെട്ടു. സമാനതകളില്ലാത്ത വിധം നാശനഷ്ടങ്ങൾക്കിടയാക്കിയ ഈ ദുരന്തത്തിൽ സർക്കാർ സംവിധാനങ്ങൾ സജീവമായി ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട്. മേപ്പാടി പ്രദേശത്തുണ്ടായ ശക്തമായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും ദുഃഖം രേഖപ്പെടുത്തി കോഴിക്കോട് ലാറ്റിൻ രൂപത. രൂപതയുടെ കീഴിൽ മേപ്പാടി ഉൾപ്പെടെ 20ലധികം ഇടവകകളാണ് വയനാട്ടിൽ ഉള്ളത്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഇടവകകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും വിദ്യാലയങ്ങളും പാരിഷ് ഹാളുകളും രക്ഷാപ്രവർത്തനത്തിന് തുറന്നുകൊടുക്കുകയും അതോടൊപ്പം സഹായം അർഹിക്കുന്നവരിലേക്ക് ഇടവക തലത്തിലും സംഘടനാ തലത്തിലും സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യണമെന്ന് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ നിർദ്ദേശിച്ചു. അനേകരുടെ ജീവനുകൾ നഷ്ടപ്പെടുകയും ഭവനങ്ങൾ ഇല്ലാതാവുകയും അനേകം പേരുടെ ജീവിതങ്ങൾ ദുരിതക്കെണിയിലകപ്പെടുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ ഈ പ്രകൃതി ദുരന്തം മൂലം വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ബിഷപ്പ് അഭ്യർത്ഥിച്ചു. ഭൗതികമായ ആവശ്യങ്ങളും സഹായങ്ങളും എത്തിക്കുന്നതിനു വേണ്ടി രൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റി മുഖേനയോ മേപ്പാടി ഇടവക വികാരി ഫാദർ സണ്ണി മുഖേനയോ രൂപതാ വികാരി ജനറൽ ഫാദർ ജെൻസനുമായി ബന്ധപ്പെടേണ്ടതാണെന്നും ബിഷപ്പ് അറിയിച്ചു. കേരളത്തെ നടുക്കി കണ്ണീരിലാഴ്ത്തിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന ആശങ്ക. ഇതുവരെ കണ്ടെടുത്തത് 270-ലേറെ മൃതദേഹങ്ങൾ. സർക്കാർ ഇതുവരെയായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് 158 മരണങ്ങളാണ്. 200ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നു. അതേസമയം മഴ ഇനിയും കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. ദുരന്തമുണ്ടായ ചൂരൽമല പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ദുഷ്കരമാക്കിയിട്ടുണ്ട്. പുഴയിലെ നീരൊഴുക്ക് വർദ്ധിക്കുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്തുവെങ്കിലും പ്രതിബന്ധങ്ങൾക്കിടെയും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടുപോയ വയനാട് മുണ്ടക്കൈയിലേക്ക് ചൂരൽമലയിൽ നിന്നും താൽക്കാലികമായി നിർമ്മിക്കുന്ന ബെയിലി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ രാത്രിയും തുടരുകയാണ്. നാളെ വൈകുന്നേരത്തോടെ പൂർത്തിയാകുമെന്നാണ് കണക്കുകൂട്ടൽ. 190 അടി നീളത്തിലാണ് പാലം നിർമ്മിക്കുന്നത്. 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലം പൂർത്തിയാകുന്നതോടെ മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ഭാരമേറിയ യന്ത്രസാമഗ്രികൾ എത്തിക്കാനാവും. ചൂരൽമല, മുണ്ടക്കൈ മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിന് 5 സംഘങ്ങളിലായി 210 സൈനികർ സ്ഥലത്തെത്തി. മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താനായി ഡൽഹിയിൽ നിന്ന് സ്നിഫർ നായകളെ എത്തിച്ചിട്ടുണ്ട്. വയനാട്ടിലേക്ക് ടെട്രാ ട്രക്കുകൾ എത്തിക്കുമെന്നും സൈന്യം അറിയിച്ചു.